എന്തൊരക്കാടോ ഇത്? എന്താണ് നിന്റെ സ്ഥിതി? ഇന്നലെ വീട്ടിലൊന്നും പോയില്ലേ? അല്ലെങ്കിൽ പൊറുതി ഇവിടെ തന്നെ ആക്കിയോ? ഇന്നലെ വീട്ടിലൊന്നും പോയില്ല, അടിച്ച് ഇവിടെ തന്നെ. വല്ല ജീവികളും കടിച്ചു പറിക്കണ്ട. എവിടെ പോയി ബാക്കിയുള്ളവരൊക്കെ? സജി രാവിലെ തന്നെ തൂക്കുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ബാലേട്ടപ്പോൾ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഷൈജു ഇപ്പം എത്തും. എല്ലാരും ഇപ്പൊ എത്തിയിരിക്കില്ലേ? എല്ലാരും ഇപ്പം എത്തും. ബാക്കിയുള്ള പരിപാടിയൊക്കെ ഒഴിവാക്കി വന്നതാട്ടോ. എന്തെങ്കിലും കിട്ടുമായിരിക്കല്ലേ? അല്ലെങ്കിൽ പിന്നെ നാളത്തെ പോലെ തന്നെ ആവുമോ? സജീനെ ഉറപ്പിക്കുക. സജി കൊണ്ടുവരാന്ന് പറഞ്ഞാൽ കൊണ്ടുവരും. കിട്ടിയാ മതി. ചങ്ങനെ പുറകെ പോയില്ല, കാത്ത് കുത്തിരിക്കുക. ഈ പന്നിക്കൊന്നും കിട്ടിയില്ലേ? അല്ലടോ, ഒന്നും കിട്ടിയില്ല? ഇല്ലടാ, ഒന്നും കിട്ടിയില്ല. സാധാരണ രാവിലെ ഇറങ്ങിയാൽ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതാ. പിന്നെന്താ ഇന്നലെ വലിയ ചിലവൊക്കെ അടിച്ചു പോയത്? എന്ത് ചെയ്യാനടാ, ഒരു കാട്ടുകോനെങ്കിലും കിട്ടുന്നതാ. അതും കിട്ടിയില്ല. ഒരു നശിച്ച ദിവസമായിപ്പോയി. ആവൂലെങ്കിൽ വലിയ ഡയലോഗൊന്നും അടിക്കാൻ നിൽക്കരുത്. ബാക്കിയുള്ളവരെന്തെങ്കിലും കൊണ്ടുവരുന്നോ നോക്കട്ടെ. ഈ ബാലൻ എവിടെ പോയി? ബാലേട്ടനെ ആ പനം കൊണ്ടേ കെണിയായിട്ട് പോയതാ. ആ മൂപ്പർക്ക് കിട്ടിയെന്നെ. ഷൈജു രാവിലെ ആ വലയായിട്ട് ആ പുഴയിലേക്ക് പോയിട്ടുണ്ട്.
ഞങ്ങൾ രണ്ട് ഉടുമ്പിനെയും പ്രതീക്ഷിച്ചിരിക്കുന്നു. ഒന്നും കിട്ടിയില്ല. കണ്ടമാനം മേരും അതിൻ്റെ വീട്ടിലുണ്ട്. എന്താ കേണി എവിടെങ്കിലും കുടച്ചിട്ടൊന്നും കാര്യമില്ലടേ. എന്തെങ്കിലും തിന്നാൻ കൊടുക്കണോ? തിന്നാനൊക്കെ ഇട്ട് കൊടുത്തുന്നേ. ഞാൻ പറഞ്ഞില്ലേ ഇയാളെ കെണിയിലൊന്നും കുടുങ്ങാൻ പോകുന്നില്ല. അല്ല മോനെ, എനക്കെന്താ കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. ഓനാ തോക്കിലെ ഉണ്ടയും തീർത്താടി ഇരിക്കുക. ഇതിൻ്റെ മുന്നൊക്കെ നല്ല വെറൈറ്റി സാധനങ്ങൾ കൊണ്ടുവന്നു. അത് നന്നായിട്ട് വെട്ടി വിഴുങ്ങിയിട്ടുമുണ്ട്. ഓർമ്മ വേണം. അതൊക്കെ അന്നപ്പല്ലേ, ഇന്നെന്തോ ചെയ്യാൻ പറ്റുമോ? ഇനി അവസാന പ്രതീക്ഷ ഷൈജുവാണ്. ഓൻ എന്തെങ്കിലും കൊണ്ടുവരും വിചാരിക്കുക. ഓനിപ്പോൾ കിട്ടിയില്ലെങ്കിൽ തിന്നുകയും ചെയ്യും. ഇന്നലെ എന്തായിരുന്നു ഓരോരുത്തരുടെ ഡയലോഗ്? ഇപ്പം ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? അതാ വരുന്ന നല്ല പിടയ്ക്കുന്ന പുഴമീന്. അല്ല ചങ്ങായി, വലയും കൊണ്ട് പോയിട്ട് ഒരു തേങ്ങയില്ലേ? കൊണ്ടുവരാൻ ഞാൻ ഉറപ്പൊന്നും പറഞ്ഞില്ല, കിട്ടിയാൽ കൊണ്ടുവരും. ഇവിടെ ഉറപ്പ് പറഞ്ഞ കുറേ ആൾക്കാരുണ്ടായല്ലോ. എവിടെ സാധനം? നീ ആ കുറ്റിക്കാട്ട് പോയി നോക്കടാ. അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് സാധനം. ആ കുറ്റിക്കാട്ടിൽ പോയി നോക്ക്. പിന്നെ സാധനം നിങ്ങൾ വെറും കൈയോടെ കൂടെ വരുന്നത് ഞാൻ കണ്ടതല്ലേ. നീ പോയി നോക്ക്. ആ കുറ്റിക്കാട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് സാധനം. പോയി നോക്കി പോ. നിങ്ങൾ വരിക, ഒരു റൗണ്ട് ഓടി പോയി വരാം. ഇല്ലടാ, ഉണ്ട തീർന്നു. പോവാണെങ്കിൽ രാവിലെ പോകണം. ഇനി പോയിട്ട് കാര്യമില്ല. ആ ഇവിടെ 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 നിങ്ങൾ നല്ല പണിയാണ് ചെയ്തേ. ഞാൻ ആ പറമ്പ് കയറി പൂളിലോട് പറിച്ചത് ആരും കണ്ടില്ലേക്കും. മൂപ്പര് കണ്ടിട്ടുണ്ടാവും ഉറപ്പാ. അല്ലെങ്കിൽ നീ ഈ സ്ഥലത്ത് ആസ്ഥാന കള്ളനല്ലടാ. ഇനി നീ സത്യസന്ധനായി ജീവിച്ചിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ ഒത്തിരി വെള്ളം കടിക്കേ. ആ വെള്ളം കുപ്പി എടുത്തോ. ആർക്കൊന്നും കിട്ടിയില്ലേ? എല്ലാവരും ഇതാ ഒരു കുത്തിരിപ്പത്തിരുന്നേ. ഇന്ന് പരിപാടിയൊന്നുമില്ലേ? ഞാൻ പോടാന്ന് വെറുതെ ആയോ? വെള്ളം എന്നുള്ള പേരും കപ്പിച്ച്. ഫുഡാകുന്ന സമയം നോക്കി കയറുന്നതാ. ഇന്നൊന്നും കിട്ടിയില്ല. അവിടെ തന്നെ ഇരുന്നോ. ആ അത് ശരി. നല്ലൊരു ഞായറാഴ്ച. എന്തേത്തെ ചെങ്ങായിമാരെ, നല്ലൊരു ഞായറാഴ്ച നിങ്ങൾ ഇങ്ങനെയാക്കിയല്ലോ, കൊളാക്കിയല്ലോ. എന്തെങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടാവും ചേച്ചാ ഞാൻ ഇങ്ങോട്ട് വന്നേ. ഇങ്ങനെയാക്കി. അടുത്ത പരിപാടി എന്താ വിശേട്ടാ? പ്ലാൻ ബി ഒന്നും ഇല്ലേ? ആ എന്തെങ്കിലും വഴിയുണ്ടോന്ന് നോക്കാം. ഇനിയിപ്പോൾ ഏതായാലും നോക്കണ്ട, നിങ്ങൾ സാധനം എടുക്കി. നീ ആ മല കണ്ടോ? അതിൻ്റെ താഴെ വരെ ഞങ്ങളുടേതായിരുന്നു. എല്ലാം പോയി, നശിച്ച് നാറിപ്പോയി. എന്നാലും ജീവിക്കാനുള്ള വക അതിൽ നിന്ന് കിട്ടുമല്ലോ. ഞാക്കാകെ 4 സെൻറ്റൊന്ന് കർമ്മൂസത്തായി നടാനുള്ള സ്ഥലമല്ല. എന്താടാ സജേട്ടാ, എന്താടാ? ആ ഭാസ്കരേട്ടൻ്റെ ആട് കിണറ്റിൽ വീണു. ഏത് കണ്ടില്ലടാ? ആ കുന്നമ്പുറത്തുള്ള പൊട്ടക്കിണറ്റില്. ആ ആ നിങ്ങളോടൊക്കെ വേ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ആ ആ നീ പോയിക്കോ, ഞങ്ങൾ വരാം. നീ പോയിക്കോ. ആ വേം വരിട്ടോ. ഓ വിട്ടോ 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 വിട്ടോ. എന്നാ പിന്നെ എല്ലാവരും കൂടെ അങ്ങ് ചെല്ല്. അതിനങ്ങ് രക്ഷിക്ക്. ചെലവൊക്കെ ഞാൻ ഏറ്റു. പോയാലോ? അതിനെ നമുക്ക് രക്ഷിക്കാം. പോലെ വെറുതെ ആയില്ല. ഞായറാഴ്ച കൊളായില്ല. പോയില്ല. കൂടെ എടുത്തോ. ചേട്ടാ ഇത് പിടിക്കും, ഞങ്ങൾ പോയി വരാം.
എന്താ വാസോട്ടാ, എന്താ പ്രശ്നം? കരച്ചിൽ കേൾക്കായിട്ട് വന്നു നോക്കിയതാ. ആ. രാവിലെ എങ്ങാൻ വീണ് കിടക്കുന്നുണ്ട്. ആ. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി തരണോ? എവിടെ ഉള്ളത്? ആ കാണുന്ന ആ കിണറിലാണ്. ആ, നിങ്ങളൊന്നുകൊണ്ടും പേടിക്കണ്ട, ഞങ്ങളുണ്ട്, ഞങ്ങൾ എടുത്തിടാം. ഞങ്ങളില്ല ഭാസ്കരേട്ടങ്ങളുടെ കൂടെ, നിങ്ങൾ ഒന്നുകൊണ്ടും ബേജാറാണ്ട. ഞാൻ എൻ്റെ മക്കളെ പോലെ കൊണ്ടാ നടക്കുന്നതാ. നിങ്ങളൊരു കാര്യം ചെയ്യും, ഗോവലോട്ടിൻ്റെ അടുത്ത് പോയിട്ട് ഒരു കപ്പിയും കയറി സംഘടിപ്പിക്കും. ഇതാ ആ ചെറിയ കുട്ടിക്കോളി വേം പോയി. എന്നാ പിന്നെ നോക്കിയല്ലേ കിണറെവിടെയാ? കിണർ താഴത്താവുന്നുണ്ട്. വാ ഓ, അതാ പൊളിഞ്ഞ വരേൻ്റെ അടുത്തേ. എന്താ ചെയ്യുന്നത് നമ്മളിപ്പോൾ? നടക്ക്, നോക്കവാ. മോനെ, നല്ല സൂപ്പർ ഒരു സാധനം, നല്ല ഒന്നാം തരം കറുത്ത മുട്ടനാട്. നല്ല കുരുമുളക് ഇട്ട് പറ്റിയ നല്ലതാ. നമ്മൾ കൊണ്ട് തിന്നു തീർക്കാനാവോ? അത് വേണോ? മൂപ്പര് മക്കളെ പോലെ നോക്കുന്നതാ. ഈ മിണ്ടല്. ഇതൊരു ഒന്നൊന്നര സാധനം കേട്ടോ. നല്ലോണം മുളകും പൊടി ഇട്ടിട്ട് പൊരിച്ചു കൊണ്ട് എടുക്കണം. ഇതേ വേറെ ആരോട് പറയണ്ട കേട്ടോ. മുമ്പൊക്കെ എന്നെ തീർത്താളാ. വിശ്വനെ വിളി ഒക്കെ ശരിയാക്കാൻ പറയും. പതുക്കെ വലിക്കണേ, പതുക്കെ വലിക്കണേ. അധികം 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 വലിക്കരുത് രാജാ. പതുക്കെ 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 വലി. ഇളക്കി വലിക്കരുത്, ഇളക്കി വലിക്കരുത്. നിക്ക് 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 മെല്ലെ 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 മെല്ലെ. ആട്ടി വലിക്കരുതേ, ആട്ടി വലിക്കരുതേ, ആട്ടി വലിക്കരുതേ, ആട്ടി വലിക്കരുത്. ഷാജിയെ, എവിടെ പിന്നെ ആരാത്? ഇത് ചത്തോ? എല്ലാവർക്കും സമാധാനമില്ലേ? ഇതിന്റെ ഒച്ച എനക്കൊന്നുമില്ല. നീ എന്തിനാ ഞങ്ങളോട് ചൂടാവുന്നത്? താഴെ ഞാനാരോടാ ബൈക്കാണോ? പറയണ്ടേ? പോരാത്തതിന് നല്ല കനം ഉണ്ടോ? എന്ത് കാണോ? ഒരു ചെറിയ ആടിനോ? നീ ആരോടാ സജ്ജ പറയുന്നേ? എത്ര ആൾക്കാരുണ്ട്? വേറെ അറിയോ? നിങ്ങൾ രണ്ടാളും കിടന്ന് മുമ്പിൽ നിന്നിട്ട് അതൊക്കെ സംഭവിച്ചത് മനസ്സിലായോ? നിങ്ങളെ ബേക്കിൽ നിന്ന് ആൾക്കാരെ ആദ്യമേ തോന്നി ആ പിടുത്തത്തില് പന്തികേടുണ്ട്. ഞാനൊന്നും മിണ്ടാണ്ടുന്നതാ. വരട്ടാ. എന്തേരുത് അത്? നിങ്ങൾ രണ്ടാളും ഇവിടെ ശ്രദ്ധിക്കാഞ്ഞിട്ട് അതൊക്കെ സംഭവിച്ചത്. പറഞ്ഞിട്ട് വെറുതെ കാര്യമുണ്ടോ? വർത്താനം പറയണ്ട. ഇവിടെ ഒരുത്തനും വർത്താനം പറയണ്ട. നിങ്ങൾ രണ്ടാളും വിട്ടിട്ടാണ് ആട് ഇനി താഴെ ഞാൻ പോയത്. തമ്മിൽ വെറുതെ പറഞ്ഞിട്ട് വർത്താനം കാര്യമില്ല. നിൽക്കണ്ടാന്ന് ഞാൻ പറഞ്ഞതാ. വെറുതെ വർത്താനം നിൽക്കണ്ട ഇനി വർത്താൻ നിൽക്കണ്ട. തമ്മിൽ പറഞ്ഞിട്ട് കാര്യമില്ല. പ്രശ്നമാക്കല്ലേ? ഇവളുടെ സാധനം തമ്മിൽ പറഞ്ഞിട്ട് കാര്യമില്ല ഇനി എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? വേര് പറ്റിച്ച വാലട്ടാ. സാധനമായിട്ട് ജീവാട്ട് ഇവിടെ പോയില്ലേ? വെറുതെ ഒരുത്തന് വർത്താനം പറയണ്ട. നിങ്ങൾ രണ്ടാളും മുമ്പ് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ട് വെറുതെ ആടി കോഴി മാട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വർത്താനം ഉണ്ടാക്കണ്ട. നിങ്ങൾ ഇക്കാര്യത്തിന് അടി കൂടണ്ട. ഒരു ഏതായാലും ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഒരു കുഴപ്പമില്ല. ഓ പറയുന്നേ കേട്ടില്ല. നിങ്ങളെ ഇതിനെപ്പോ നീ കണ്ടലിട്ടേക്കാൻ പറ്റൂല. അപ്പൊ എങ്ങനെങ്കിലും ആരെയും വിളിച്ച് എടുപ്പിച്ചോളി. നമുക്ക് എന്താ ചെയ്യാ? ഇത് പോരെങ്കിൽ പറഞ്ഞോളി, ഞാൻ കൊണ്ടു തരാം. വാ മോനെ, പോവാ. പോയോ? പോയി. വാ വാ, പോയി നോക്കോ. ചത്തിട്ടില്ല, ജീവണ്ട് ജീവണ്ട്. കരയാണ്ട് കാട് ഒച്ചുണ്ടാക്കല്ലാടെ. എന്നാ പൊക്കല്ലേ? പൊക്കിക്കോ. പോകാ പോവാ. അയാൾ പോയിക്കോട്ടെ, തടറിക്കോട്ടെ. ആ പൊക്ക 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 പൊക്ക. വാ വാ നിക്ക്. ഹലോ, എടാ നീ ഇപ്പൊ എവിടെ ഉള്ളത്? ഞാൻ അങ്ങാടിയുണ്ട്. എന്താ പരിപാടി? ഇത് പണിക്കൊന്നും പോയില്ലേ? പണിയൊന്നുമില്ലേ? ചെറിയൊരു കോളത്ത് വന്നിട്ടുണ്ട്. നീ ഒന്ന് സബറാക്കിത്താ. നിങ്ങൾ എവിടെയുള്ളു? നമ്മളെ താവളത്തിലുണ്ടടാ.
ആവശ്യമുള്ള സാധനമൊക്കെ നമ്മളെ ദാസറിന്റെ പിടിയെന്ന് വാങ്ങിക്കുക. ആ വാങ്ങിക്കോളാം. പെട്ടെന്ന് വാ. ഓക്കെ. ദാസേട്ടാ, ലേശം മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടിയും വേണം. ചെറിയൊരു കോളത്തുന്ന് കുറച്ച് കുറച്ച് കൂടുതൽ അങ്ങ് കൊടുത്തോളി. മുളക് പൊടി മല്ലിപ്പൊടി അല്ലേ? ആ മഞ്ഞപ്പൊടി പാക്കറ്റ് ആട്ടോ. ആ അത് മതി. ഈസ്റ്റേൺ ആണ്, നല്ല പൊടിയാ. ഓക്കെ. ആ നിങ്ങളെ വിശ്വേട്ടൻ്റെ കണക്കിനങ്ങ് ഇരിക്കാതെ. വിശ്വേട്ടൻ്റെ വിശ്വട്ടാ, നിങ്ങളൊരു ഉപ്പ് കൂടി എടുത്ത് കഴിക്കും, അല്ലെങ്കിൽ ആ പൊരിച്ചും കൂടി എടുത്ത് കഴിക്കും. നിങ്ങളെ സന്തോഷമാണ് ഞങ്ങളെ സന്തോഷം അല്ലേ? ഞങ്ങളെ സന്തോഷം നിങ്ങളെ സന്തോഷം. മൂപ്പര് സന്തോഷം നമ്മളെ സന്തോഷം അല്ലേ? അത് തന്നെ. വിശ്വേട്ടാ, നിങ്ങളാണ് നമ്മളെ ദൈവം. ഈ കാട്ടുമൂല നിങ്ങളല്ലാണ്ട് മറ്റാരും ഞമ്മക്കില്ല. ഒഴിവ് കിട്ടുമ്പോൾ നിങ്ങൾ ഇവിടെ വരണം, വന്ന് നമുക്ക് അടിച്ച് പൊളിക്കണം. ചേട്ടാ, നിങ്ങൾ നേരത്തെ പാറപ്പുറത്ത് നിന്ന കള്ളാന്ന് പിടിച്ചിരുന്നു. എനിക്ക് അതിന് വിഷമമില്ല. നിങ്ങൾക്ക് വേണ്ടി ചാവാൻ ഞങ്ങൾ ചെയ്യാം. ആ, നിങ്ങൾക്ക് വേണമെങ്കിലേ എന്നെ എന്ത് വിളിക്കാം, എന്തു ഒരു പ്രശ്നമില്ല. ഷാജേട്ടാ, ആ അടുത്ത കുപ്പി ഒട്ടിക്ക് സാധനം ഉണ്ടല്ലേ, കുറവൊന്നുമില്ലല്ലോ. പൊടിക്കാം. വിശേഷം ഇവിടെ ഉള്ളിടത്തോളം കാലം കുപ്പിക്ക് നമുക്ക് ഒരു ക്ഷാമം ഉണ്ടാവില്ല അല്ലോ. നിങ്ങൾക്ക് എത്രയും വിശേഷം കൊണ്ട് തരും, എത്തിക്കൂ. ദാ താനുണ്ട്, ദാ ഗ്ലാസ് കിട്. അത് വിശേഷം ഇട്. വിശ്വയുടെ സന്തോഷമാണ് നമ്മളെ സന്തോഷം. നമ്മുടെ സന്തോഷം. നമ്മുടെ സന്തോഷമാണ് ഇന്നത്തെ ദിവസം പൂർത്തിയാവണമെങ്കിൽ ബാലൻ്റെ ഒരു പാട്ട് വേണം. ബാല, ഈ ഒരു പാട്ട് പാട്. മല കറക്കണ് കാട് കറക്കണ് അന്തി കറുത്തത് കണ്ട, മല കറക്കണ് കാട് കറക്കണ് അന്തി കറുത്തത് കണ്ട, അന്തി കറുത്തത് കണ്ടോ. മല കറുക്കണ് കാട് കറുക്കണ് അന്തി കറുത്തത് കണ്ടോ, അന്തി കറുത്തത് കണ്ടോ. മാനത്തെ മൂപ്പന് ലെവല് തെറ്റണ്, മൂപ്പരും പൂസാണ് കേട്ടോ, മൂപ്പരും പൂസാണ് കേട്ടോ. അന്തി കറുത്തത് കണ്ടോ, മാനത്തെ മാമനും ലെവല് തെറ്റണ്, മൂപ്പരും പൂസാണ് കേട്ടോ, മൂപ്പരും പൂസാണ് കേട്ടോ. മുക്കറ്റം മോന്നിട്ട് പൊരയിലേക്കെത്തുമ്പോ കാളിയായി മാറുന്റെ കെട്ടിയോള്, കാളിയായി മാറുന്റെ കെട്ടിയോള്. മുക്കറ്റം മോന്നിട്ട് പൊരയിലേക്കെത്തുമ്പോ കാളിയായി മാറുന്റെ കെട്ടിയോള്, കാളിയായി മാറുന്റെ കെട്ടിയോള്. മല കറക്കണ് കറക്കണ് അന്തി കറുത്തത് കണ്ടോ,
മാനത്തെ മൂപ്പന് ലെവല് കെട്ടണ് മൂപ്പരും പൂസാണ് കേട്ടോ മൂപ്പരും പൂസാണ് കേട്ടോ നേരം പുലരുമ്പോൾ മല വെള്ളക്കുമ്പോൾ നമ്മ പൂശാലയെ നാളെ കിടന്നുറങ്ങണം സ്വപ്നം കാണണം എല്ലാം മറന്ന് മയങ്ങണം മല കറുക്കണ് കാട് കറുക്കണ് അന്തി കറുത്തത് കണ്ടോ നമ്മളെ ദുഃഖങ്ങളെല്ലാം മറക്കണം, എല്ലാം പൊറുക്കണം. മോഹങ്ങളൊക്കെയും കുഴിവെട്ടി മൂടിയിട്ട് ഞമ്മ കടിച്ചു പൊളിക്കണം. രാജേ അന്നേ നിങ്ങളെ ആ ചവിട്ടോ എൻ്റെ ജീവൻ പൊക്കി. നിങ്ങളെ ചവിട്ടില്ലെങ്കിൽ ഒന്നും ഇപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവുകയായിരുന്നു. പാവം ചെറുപ്പത്തിൽ ഞങ്ങൾ കൂടെ കളിച്ചു നടന്നവനാ. നിങ്ങളും നിങ്ങളെ ചങ്ങായിമാരൂടി ഓനെ കള്ളെന്ന് പറഞ്ഞിട്ട് ഓനെ അങ്ങാടിയിലിട്ട് തല്ലിക്കൊല്ലുമ്പോൾ നോക്കി നിൽക്കാനേ ഞങ്ങൾ കഴിഞ്ഞുള്ളൂ. ഞങ്ങളെ നേരെ നോക്കിയനു. ഞങ്ങൾ വന്ന് രക്ഷിക്കുന്നോ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ ഞങ്ങൾക്ക് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. തടയാൻ പറ്റിയില്ല. അവസാനം ഓൻ്റെ കണ്ണടയുന്നതിന് മുന്നേ ഒരു നോട്ടം കൂടി ഞങ്ങൾ നോക്കി. ആ നോട്ടം ഒരു കാലത്ത് മറക്കൂല. ആ നായി ചാവുന്ന ആരെങ്കിലും വിചാരിച്ചു? എത്ര പൈസയാണ് ഞാൻ ആ കേസ് നൂരി വരാൻ വേണ്ടി ചെലവാക്കിയെന്നറിയോ? നാറി. എന്നാ ശരി, വാടാ പോവാ.